ഫ്രണ്ട്സ്, അപ്പോൾ റിവ്യൂ ചാനലിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കുറച്ച് ടീസറും ട്രെയിലറും ഇറങ്ങാത്ത വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ സിനിമ കണ്ട് കുറച്ച് ദിവസമായി, നമുക്ക് സമയം കിട്ടാറില്ല. നമുക്ക് പോയി കണ്ട് റിവ്യൂ ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പരമാവധി എല്ലാ സിനിമകളും നമുക്ക് റിവ്യൂ ഇടാൻ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ടീസർ നമ്മുടെ എല്ലാവരും കാത്തിരുന്ന ദൃശ്യം 3യുടെ ടീസർ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രെയിലർ എപ്പോൾ റിലീസ് ആവണമെന്ന് എനിക്കറിയില്ല. ടീസർ തന്നെ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്ബിയെ സപ്പോർട്ട് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 2013. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കേൾക്കുന്ന ഒരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed, but will never close. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ അയാൾ നമ്മളെ. പോയി 2026 അവര് എങ്ങനെയാണോ കഥ കൊണ്ടുപോകാൻ പോണോ? 2026 സിനിമയില് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചും കൂടി സീൻ കാണിക്കുന്നതായിരിക്കുമല്ലോ. May 21. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമ May 21 ഇറങ്ങും. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അത് സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും കണ്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രെയിലർ ചിലപ്പോൾ അടുത്ത് തന്നെ വരാൻ ചാൻസ് ഉണ്ട് മിക്കവാറും. എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഒരു ആദ്യത്തെ വീക്കൊക്കെ ആകുമ്പോൾ ട്രെയിലർ വരാൻ ചാൻസ് ഉണ്ട്. അതിന് ടീച്ചറിൽ ഒരുപാട് നമുക്കൊന്നും കാണിക്കില്ല, ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി ട്രെയിലർ വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.